പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം വേദിയോട് പറഞ്ഞത്, നിന്റെ ഏട്ടൻ മനഃപൂർവ്വം എന്റെ വിശ്വേട്ടനെ ചതിച്ചതാണ്. കള്ളക്കേസിൽ കുടുക്കി എന്നെ ചതിച്ചതുപോലെ ഇപ്പൊ വിശ്വേട്ടനെയും നിന്റെ ഏട്ടൻ ചതിച്ചത് തന്നെയാണ്. വേദ പറഞ്ഞത്, വിക്രം ഞാൻ പറഞ്ഞല്ലോ എന്റെ ഏട്ടനാണ് ഇതിന് പിന്നിലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും. അതുപോലെ വിശ്വേട്ടന്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വേട്ടനെ രക്ഷിച്ചിരിക്കും. ഇത് വേദയുടെ വാക്കാണ്. ഇനി ഒരിക്കലും ഇതിന്റെ പേരിൽ നിങ്ങൾ ആരോടും തല്ലുകൂടാനോ വഴക്കിന് വേണ്ടിയിട്ടോ പോവരുത്. അന്നേരം വേദയിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കായിരിക്കട്ടോ. എന്നാൽ സുധാകര മാഷ് ഇതെല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. മാഷ് ഇങ്ങനെ വേദയോട് പറഞ്ഞിട്ട്, മോള് വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഇൻസ്പെക്ടർ സാബു. തെളിവുകളെല്ലാം തന്നെ വിശ്വത്തിന് അനുകൂലമാണ്. വിശ്വൻ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്ന കാര്യം എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അവനെ രക്ഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ കുട്ടിയുടെ ഏട്ടനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഉറപ്പിക്കാൻ വേണ്ടി തെളിവുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ വെറുതെ തെറ്റുകാരിയാക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ സുധാകരൻ മാഷ് അകത്തേക്ക് കയറി പോകുന്നത്. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ ശ്രീജയ്ക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ശ്രീജ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വേദയോട് പറയുന്നുണ്ട്. വേദേ, എനിക്കുറപ്പാണ് ഇതിനകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ട്. അന്നേ തന്നെ വിശ്വേട്ടൻ എന്നോട് ഈ കാര്യമെല്ലാം തന്നെ പറഞ്ഞതായിരുന്നു. വിശ്വേട്ടൻ ഇന്നലെ കൂടി ഇതിനെ പറ്റിയിട്ട് എന്നോട് സംസാരിച്ചതാണ്. ഇന്നലാണ് വിശ്വേട്ടൻ അറിയുന്നത് വേദയുടെ ഏട്ടൻ ഈ കമ്പനിയിൽ റോളുണ്ടെന്ന്. എന്നിട്ട് സാവകാശം എല്ലാ കാര്യങ്ങളും വേദിയോട് പറയാമെന്നാണ് ഞാൻ കരുതിയത്. എന്റെ ഏട്ടൻ യാതൊരു തെറ്റും ചെയ്തില്ല. എങ്ങനെയെങ്കിലും വിശ്വേട്ടനെ ഈ കേസിൽ നിന്നും രക്ഷിക്കണം വേദയെന്നിങ്ങനെ ശ്രീജ കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്തിന്റെ വിക്രം പറയുന്നുണ്ട്, ഏട്ടത്തി വിഷമിക്കേണ്ട, വിശ്വേട്ടൻ യാതൊരു തെറ്റും ചെയ്തില്ല. അതുകൊണ്ട് വിശ്വേട്ടനെ ഈ കേസിൽ നിന്നും ഞാൻ രക്ഷിക്കുമെന്ന് പറയും. ഏട്ടനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയാമെന്നിങ്ങനെ വിക്രം ആത്മവിശ്വാസത്തോടുകൂടെ പറയുന്ന സമയത്തിന്റെ വേദ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞല്ലോ ശ്രീജേട്ടത്തി, വിശ്വേട്ടനെ ഇതിൽ നിന്നും ഞാൻ രക്ഷിക്കും, ഇത് വേദ തരുന്ന വാക്കാണെന്നൊക്കെ പറയുന്ന സമയത്തിന്റെ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടെ തന്നെ സമാധാനിച്ച് ശ്രീജേട്ടത്തി നേരെ അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ശ്രീജേട്ടത്തി പോയതിനു ശേഷം വിക്രം വേദയോട് ചോദിക്കുന്നത്, നീ എങ്ങനെ രക്ഷിക്കുമെന്ന ശ്രീജേട്ടത്തിയോട് വാക്ക് കൊടുത്തിരിക്കുന്നത്? ഇപ്പോ തെളിവുകളെല്ലാം തന്നെ വിശ്വേട്ടനെതിരായിട്ടാണ്. വിശ്വേട്ടൻ എങ്ങനെയാണ് ഈ ചതിയിൽ പെട്ടുപോയതെന്ന് നിനക്കെങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും വേദേ? അന്നേരം വേദ നേരെ വിക്രമിനോട് പറഞ്ഞിട്ട്, ഒന്നും അറിയാതെ വേദ വെറുതെ ഒരു വെറും വാക്ക് പറയില്ല എന്ന് വിക്രത്തിന് അറിയില്ലേ? പിന്നെ ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് എന്റെ ഏട്ടനാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ യാതൊരു തെറ്റും ചെയ്യാതെ വിശ്വേട്ടനെ ഈ കേസിൽ നിന്നും ഞാൻ മോചിപ്പിച്ചെടുക്കുമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ആദ്യം ഞാൻ ഈ കേസിനെ കുറിച്ച് വ്യക്തമായിട്ടൊന്ന് പഠിക്കട്ടെ. എന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സംഭവിച്ചതെന്നുള്ള കാര്യം വിശ്വേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കണം. വിക്രം ചോദിക്കുന്നത്, വേദേ, ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? നാളെ എങ്ങാനും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ വിശ്വേട്ടൻ നേരെ പോകുന്നത് ജയിലിലേക്കായിരിക്കും. പിന്നെ നിന്റെ മുന്നിൽ ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? വിശ്വേട്ടൻ ഏതായാലും ഇപ്പൊ ജാമ്യം കിട്ടില്ല എന്ന് പറയുന്ന സമയത്തിന്റെ വേദ പറഞ്ഞിട്ട്, അതെനിക്കറിയാം. വിശ്വേട്ടനെ നാളെ ഏതായാലും കോടതിയിൽ ഹാജരാക്കുമല്ലോ. അപ്പോ വിശ്വേട്ടന് വേണ്ടി വാദിക്കുന്നത് ഞാനാണ്. ആദ്യമായി കോടതിയിലേക്ക് ഈ വേദ കയറുന്നത് വിശ്വേട്ടന് വേണ്ടിയിട്ട് വാദിക്കാനായിരിക്കും. നിരപരാധിയായ വിശ്വേട്ടനെ ഞാൻ ഏതായാലും രക്ഷിച്ചെടുക്കുമെന്നിങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയാണ് വേദ. വേദയുടെ ആത്മവിശ്വാസം കാണുന്ന സമയത്തിന് വിക്രത്തിനും അതിലേറെ സന്തോഷമായിരിക്കും. വേദ പറഞ്ഞത്, ഇനി ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് നിങ്ങൾ ഒരിക്കലും എന്റെ ഏട്ടനെയോ അല്ലെങ്കിൽ മറ്റാരോടും ചോദിക്കാൻ നിൽക്കരുത്. ഇത് നിങ്ങളായിട്ടൊരിക്കലും ഈ പ്രശ്നത്തിലേക്ക് ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം. എന്നിട്ട് വിക്രത്തിനോട് പറയുന്നുണ്ട്, എനിക്ക് വിശ്വേട്ടനെ ഒന്ന് കാണണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട്, നമുക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോവല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം സമ്മതിച്ചുകൊണ്ട് വേദനെ നേരെ വിശ്വനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വേദ വിശ്വത്തെ കണ്ട് സംസാരിക്കുന്നുണ്ട്. നടന്ന സംഭവങ്ങളെല്ലാം എന്തൊക്കെയാണെന്നുള്ള കാര്യം വേദയോട് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് വിശ്വൻ. വേദക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട്. വേദ പറഞ്ഞിട്ട്, വിശ്വേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. നാളെ വിശ്വേട്ടനെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തിന് വിശ്വേട്ടന് വേണ്ടി വാദിക്കുന്നത് ഞാനാണ്. നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വിശ്വേട്ടൻ കോടതിയിൽ പറയണം. അങ്ങനെ വിശ്വനോട് സംസാരിച്ചതിന് ശേഷം പിന്നീട് തെളിവുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേദ പോകുന്നത് ബാങ്കിലേക്കായിരിക്കും. അങ്ങനെ ബാങ്കിൽ ചെന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കട്ടെ വേദ വീട്ടിലേക്ക് വരുന്നത്. വിക്രം ഇങ്ങനെ ഒരു തമാശ രീതിയിൽ വേദയോട് ചോദിക്കുന്നുണ്ട്, എന്തായി ബാങ്കിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഒരു പക്ഷെ നിനക്ക് എതിരാളിയായിട്ട് വാദിക്കുന്നത് ദർശൻ വക്കീലായിരിക്കും. ദർശൻ വക്കീൽ ഇടപെട്ട കേസ് ഇതുവരെ ഒന്നും തോറ്റിട്ടില്ല. അന്നേരം വേദ പറഞ്ഞിട്ട്, ഒരിക്കലും ഒരു കേസ് ഏറ്റെടുക്കുന്ന സമയത്തിന് എന്റെ പ്രതിഭാഗം വക്കീലിനെ പറ്റിയിട്ടല്ല ഞാൻ ഓർക്കേണ്ടത്. നിരപരാധിയായ ആളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ടത്. നിരപരാധിക്ക് നീതി കിട്ടണം, ഒരിക്കലും അവൻ ശിക്ഷിക്കാൻ പാടില്ല. വേദയുടെ ആത്മവിശ്വാസം കണ്ടുകൊണ്ട് തന്നെ വിക്രം പറഞ്ഞിട്ട്, എനിക്ക് നിന്നെ വിശ്വാസമാണ്, നീ ഏതായാലും വിശ്വത്തിന്റെ പുറത്തിറക്കുമെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നൊക്കെ പറയും. വേദക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. വേദ പിന്നീട് ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് വേദയുടെ കോള് കാണുന്ന സമയത്തിന് ശ്രീകാന്തിന് ആകെ ടെൻഷനായിരിക്കും. ഒന്നും അറിയാത്തതുപോലെ തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നത്, അല്ല നീ എന്തിനാ വേദ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ ദേഷ്യത്തിൽ ചോദിക്കുന്നത്, എന്താ ഏട്ടൻ അറിയില്ലേ ഞാൻ എന്തിനാ വിളിച്ചതെന്ന്? അപ്പോൾ ശ്രീകാന്ത് പറയുന്നത്, ഓ ഇപ്പൊ മനസ്സിലായി, വിക്രമിന്റെ ഏട്ടൻ വർക്ക് ചെയ്തിരുന്നത് എന്റെ കമ്പനിയിലാണല്ലേ.
അയാൾ കാരണം 10 ലക്ഷം രൂപയാണ് എനിക്ക് നഷ്ടമായത്. നഷ്ടപ്പെട്ടു പോയ പണം എനിക്ക് ഏതായാലും തിരികെ കിട്ടിയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യുമെന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്ന സമയത്തിന്റെ വേദ ചോദിക്കുന്നത്, എന്തിനാ ഏട്ടാ വെറുതെ പാവം ഒരു മനുഷ്യനെങ്ങനെ ക്രൂശിക്കുന്നത്? എന്റെ കുടുംബത്തിനോട് തന്നെ വേണോ ഏട്ടന്റെ ഈ ഒരു ചതിയൊക്കെ? ഇനിയിപ്പോ ഈ ഒരു കാര്യം ചെയ്തു വെച്ചിട്ട് ശ്രീയേട്ടൻ വിജയിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. നാളെ വിശ്വേട്ടന് വേണ്ടി വാദിക്കുന്നത് ഞാനായിരിക്കും. യാതൊരു തെറ്റും ചെയ്യാത്ത വിശ്വേട്ടനെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. അതിനെതിരായിട്ട് ഏട്ടൻ ഇനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ചേട്ടൻ ചെയ്തോ. ഇതിന് പിന്നിലെ കുറ്റവാളി ആരാണെങ്കിലും ഞാൻ അവരെ പുറത്തു കൊണ്ടുവന്നിരിക്കും. അതിപ്പോ ഇനി എന്റെ സ്വന്തം ഏട്ടനാണെങ്കിൽ പോലും അത് ഓർത്തോന്നൊക്കെ പറയാട്ടോ വേദ. വേദയുടെ ഉറപ്പിച്ച ആ ഒരു തീരുമാനം വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രീകാന്തിന് അങ്ങ് വല്ലാതാവും. പെട്ടെന്ന് തന്നെ വേദ ഫോൺ കട്ട് ചെയ്യുന്നിട്ടോ. ശ്രീകാന്ത് പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ ഈ കാര്യമെല്ലാം തന്നെ വർഷയോട് പറയും. അപ്പോൾ വർഷ പറഞ്ഞത്, ഏട്ടൻ പേടിക്കാതെ, ഏതായാലും അതിനെതിരായിട്ട് വാദിക്കുന്നത് നമ്മുടെ ദർശൻ വക്കീലല്ലേ. ഇന്നേ വരെ ദർശൻ ഒരു കേസിലും തോറ്റിട്ടില്ല. എന്നാൽ ഇവരുടെ ഈ ഒരു ഗൂഢാലോചനയും ചർച്ചയും കാര്യങ്ങളൊന്നും തന്നെ ശങ്കരനാരായണൻ അറിയുന്നില്ല. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ നേരെ സുധാകരൻ മാഷിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയും. അപ്പോൾ സുധാകരൻ മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, ഇന്ന് വിശ്വേട്ടന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്നത് ഞാനാണ്. ആദ്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്ന കേസാണിത്. അതുകൊണ്ട് അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. നിരപരാധിയായ വിശ്വേട്ടനെ തിരികെ കൊണ്ടുവരാൻ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ മാഷ് ചോദിക്കുന്നത്, എന്താ മോളെ ഇത്? തീർച്ചയായിട്ടും മോള് വിജയിക്കും. ഏതായാലും മോള് പോയിക്കോ, ഞാൻ വന്നോളാം എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ വിക്രമിനെ കൂട്ടിക്കൊണ്ടായിരിക്കട്ടെ വേദ നേരെ കോടതിയിലേക്ക് പോകുന്നത്. കോടതിയിൽ വരാന്തയിൽ വെച്ച് നേരത്തെ തന്നെ ശ്രീജ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. വിക്രത്തിനെ വേദയും കാണുന്ന സമയത്ത് തന്നെ ശ്രീജ ഓടി വന്ന് പറഞ്ഞിട്ട്, ഇതുവരെയായിട്ടും വിശ്വേട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ല വേദ, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. വിശ്വേട്ടന് ശരിക്കും ഇന്ന് ജാമ്യം കിട്ടുമല്ലോ അല്ലേ വേദ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ശ്രീജയെടുത്ത് ഇങ്ങനെ വിഷമിക്കാതെ, എന്തായാലും തീർച്ചയായിട്ടും വിശ്വേട്ടന് ജാമ്യം കിട്ടിയിരിക്കും. ശ്രീജ വീണ്ടും ഇങ്ങനെ വേദയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വേദേ, നിന്റെ ഏട്ടൻ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. അയാൾ മനഃപൂർവ്വം വിശ്വേട്ടനെ കുടുക്കിയതാണ് എന്ന് പറയും. എന്താ വിക്രം, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഇതൊരിക്കലും നമ്മൾ തമ്മിലുള്ള യുദ്ധമൊന്നുമല്ല. വിശ്വേട്ടൻ യാതൊരു തെറ്റും ചെയ്തില്ല. ഇത് എന്റെ ഏട്ടൻ എനിക്കിട്ട് പണിയുന്നതാണ്. ഇതേതായാലും വിശ്വേട്ടൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് വിശ്വേട്ടൻ ഞാൻ പുറത്തിറക്കിയിരിക്കുമെന്നൊക്കെ പറയും. അപ്പോഴായിരിക്കട്ടോ ഇൻസ്പെക്ടർ സാബു അങ്ങോട്ടേക്ക് വിശ്വനെ കൊണ്ടുവരുന്നത്. വിശ്വനെ കാണുന്ന സമയത്തിന് സങ്കടത്തോടു കൂടി തന്നെ വിശ്വേട്ടാന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ ശ്രീജ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലും. വിശ്വം പറഞ്ഞിട്ട്, നീ ഇങ്ങനെ വിഷമിക്കാതെ ശ്രീജയെ, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന കാര്യം നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീജ പറഞ്ഞിട്ട്, ഏട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്ക് 100% വിശ്വാസമാണ്. പിന്നെ വിഷമിക്കണ്ട, വേദ വിശ്വേട്ടനെ ജാമ്യത്തിലിറക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോലീസുകാർ വിശ്വത്തിനെ അവിടെ നിന്നങ്ങ് കൊണ്ടുപോകുന്ന സമയത്തിന് ആകെ സങ്കടപ്പെട്ട് അവരെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടെ ശ്രീജ. വേദ വിക്രമിനോട് പറഞ്ഞിട്ട്, എനിക്ക് ഓഫീസിലേക്ക് പോകാനുണ്ട്, കുറച്ച് ഫയൽസും കൂടെ കളക്ട് ചെയ്യാനുണ്ട്, എന്നാ ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്ന സമയത്തിന് പ്രതീക്ഷയോടുകൂടെ തന്നെ വേദ ആ ഒരു കേസ് ജയിക്കുമെന്ന പ്രതീക്ഷയോട് ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും വിക്രം. വേദ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ല ഈ വേഷത്തിൽ നിന്നെ കാണാൻ നല്ലൊരു അഭിമാനം തോന്നുന്നു. ഏതായാലും ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്തുകൊണ്ടായിരിക്കട്ടെ വേദയെ അകത്തേക്ക് പറഞ്ഞു വിടുന്നത്. വേദ ഭയങ്കര സന്തോഷത്തിൽ ഒത്തിരി കോൺഫിഡൻസോട് കൂടെ ആയിരിക്കട്ടെ അകത്തേക്ക് കയറി പോകുന്നത്. വിക്രമാണെങ്കിൽ വേദയെ തന്നെ ഇങ്ങനെ കണ്ണെമ്മ വെട്ടാതെ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വേദ നേരെ ഓഫീസിലേക്ക് കയറി ചെന്നതിന് ശേഷം ഫയൽസ് ഒക്കെ എടുത്തു. അതിനുശേഷം ആ ഒരു വക്കീൽ കോട്ടൊക്കെ അണിയുന്നുണ്ട്. അങ്ങനെ വക്കീൽ കോട്ട് അണിഞ്ഞിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്തായിരിക്കട്ടെ ദർശൻ അങ്ങോട്ടേക്ക് വരുന്നത്. ദർശന് ശരിക്കും വേദയെ ആ ഒരു വേഷത്തിൽ കാണുന്ന സമയത്തിന് ഭയങ്കര അത്ഭുതമായിരിക്കും. ദർശൻ ചിരിച്ചുകൊണ്ട് നേരെ വേദയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഏതായാലും ഒത്തിരിയധികം സന്തോഷമായി വേദേ, നിന്നെ ഇങ്ങനെ വക്കീൽ കോട്ട് അണിഞ്ഞ് കാണാൻ വേണ്ടി ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു എന്നറിയോ. അങ്ങനെ വേദ ആ ഒരു കേസാണ് വാദിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദർശൻ പറയുന്നുണ്ട്, വേദ എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന് സംസാരിക്കും. ദർശൻ പറയുന്നുണ്ട്, വേദേ, ഈ കേസ് നിന്റെ ഏട്ടന് വേണ്ടിയിട്ട് ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീകാന്ത് ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അതുപോലെ തനിക്കും ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ താൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് എന്ന് ചോദിക്കും. തനിക്കിതിൽ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറ്റക്കാരനാവുന്നത് നിന്റെ ശ്രീയേട്ടനാണ്. അതിന്റെ ഭവിഷ്യത്തുക്കളൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് വേദ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത്. കുടുംബത്തിൽ പിന്നെ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതിനെ പറ്റിയിട്ട് വേദ ചിന്തിച്ചോ എന്നൊക്കെ ചോദിക്കാണ് ദർശൻ. വേദ പറഞ്ഞിട്ട്, എനിക്കെല്ലാം അറിയാം ദർശൻ, ശ്രീയേട്ടൻ എന്തിനു വേണ്ടിയിട്ടാണ് വിക്രത്തിനോടും കുടുംബത്തിനോടും ഇങ്ങനെ ക്രൂരതകൾ ഇങ്ങനെ മാറി മാറി ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അവരുടെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് വിക്രമിന്റെ മാത്രമല്ല, എന്റെ കുടുംബമാണ്. എന്റെ കുടുംബത്തെ തൊട്ടു കളിച്ചാൽ ഏതായാലും നോക്കി നിൽക്കാനൊന്നും ഈ വേദ ശങ്കരനാരായണന് കഴിയില്ല. കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്ക് പറ്റുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് അത് കണ്ടു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല.
ഈ ഒരു കാര്യത്തോടു കൂടി തന്നെ ശ്രീയേട്ടനെ ഒരിക്കലും ഇനി വിക്രത്തിന്റെ കുടുംബത്തിനെതിരായിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കാൻ പാടില്ല. അതിന് ഏട്ടന് അവസാനമായിട്ടുള്ള താക്കീതാണിത്. അതുകൊണ്ട് ഈ കേസ് ഞാൻ വിജയിപ്പിക്കും, ഈ കേസ് ഞാൻ വാദിച്ച് ജയിക്കുമെന്നൊക്കെ ദർശനോട് പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വേദ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ വേദ ആ ഒരു വക്കീൽ കോട്ടണിഞ്ഞിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്തായിരിക്കട്ടോ ഇൻസ്പെക്ടർ സാബു വേദയെ കാണുന്നത്. വേദ ഒരിക്കലും ഈ ഒരു വക്കീൽ കോട്ടണിഞ്ഞിട്ട് ഇൻസ്പെക്ടർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വേദ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് അമ്പരപ്പോടെ സാബു നിൽക്കുന്നത് കാണുന്ന സമയത്തിന് വേദ അടുത്തേക്ക് ചെന്ന് പറയുന്നുണ്ട്, ഇത്തവണ ഏതായാലും നിരപരാധികളൊന്നും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം ഈ വിശ്വേട്ടന് വേണ്ടിയിട്ട് വേദയാണ് ഇവിടെ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കള്ള തെളിവുകൾ ഉണ്ടാക്കി വിശ്വേട്ടനെ ജയിലിൽ അടക്കാമെന്നൊരു മോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അത് ഉപേക്ഷിച്ചേക്ക്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരുന്നത്. വേദയെ കാണുന്ന സമയത്തിന് ശ്രീകാന്ത് ഒന്ന് അമ്പരന്ന് പോവുമെങ്കിൽ പോലും വേദ ചിരിച്ചുകൊണ്ടായിരിക്കും ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. വേദ വക്കീൽ കോട്ട് അണിഞ്ഞുകൊണ്ട് തന്നെ ആദ്യം വിശ്വത്തിന് വേണ്ടിയിട്ടാണ് വാദിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശ്വന് ഭയങ്കര ദേഷ്യം വരും. ഏട്ടൻ ആരെയാണ് തോൽപ്പിക്കാൻ നോക്കുന്നത്? അവസാനം ഈ കോടതി മുറിയിൽ തന്നെ എത്തേണ്ടി വരുമല്ലേ ശ്രീയേട്ട? അവിടെ നിരപരാധികളായ വിക്രത്തിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വേദ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. കാരണം അതെന്റെ കുടുംബമാണ്. ഇതോടുകൂടെ തന്നെ ഏട്ടൻ ജയിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. ഇത് ശരിക്കും നമ്മൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇതിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ഏട്ടാ, ഇതോടുകൂടെ തന്നെ എല്ലാം അവസാനിപ്പിക്കുന്നതാണ് ഏട്ടന് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കേസ് തെളിയുന്നതോടുകൂടെ തന്നെ ഞാൻ കാരണം ഏട്ടൻ അഴിക്കുള്ളിലാവുന്നത് കണ്ടു നിൽക്കാനൊന്നും നമ്മുടെ അച്ഛന് കഴിയില്ല. അതുകൊണ്ട് ആ കാര്യം കൂടെ ഏട്ടനൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കൂളായിക്കൊണ്ടായിരിക്കട്ടെ വേദ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നത്. എന്നാൽ വേദ ഈ ഒരു കേസ് ഏറ്റെടുക്കുമെന്ന് ശ്രീകാന്ത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ആകെ അമ്പരപ്പോടെ ഇങ്ങനെ ശ്രീകാന്ത് നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് കോടതി ഇങ്ങനെ വിശ്വന്റെ കേസ് വിളിക്കുന്നത്. എന്നാൽ വിശ്വന്റെ ആ ഒരു കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് വേദയായിരിക്കും കോടതിയിലേക്ക് ഹാജരാവുന്നത്. അങ്ങനെ വേദ കോടതിയിൽ കയറിയതിനു ശേഷം പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും